Hello guys, good morning. So welcome to Shweta Pranavam. This is my new vlog, my day in my life as a UPSC aspirant. ഞാൻ കുറേ കാലമായി ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഈ വ്ളോഗ് എടുത്തു വെച്ചിട്ടും കുറേ ദിവസമായി, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അതാണ് ഞാൻ ഇപ്പോൾ ഇടണത്. സോ ഞാൻ യൂഷ്വലി ഒരു 4 മണിക്ക് എണീക്കുക, ആദ്യത്തെ മോർണിംഗ് സെക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് എണീക്കും. എന്നിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ആദ്യം UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ എന്തൊക്കെയാണ് അടുത്ത ദിവസം ചെയ്യേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെക്കും. അതാകുമ്പോൾ സെഷനായിട്ട് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് എന്താ നോക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെഷൻ എക്കണോമിക്സ് ആണ്. ഞാൻ യൂസ് ചെയ്യണത് രമേശ് സിംഗിൻ്റെ ബുക്കാട്ടോ. ഇത് ആക്ച്വലി ഒരുവിധം നല്ലൊരു അടിപൊളി ബുക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 2024 ഇറങ്ങിയ ബുക്കാണ്. അപ്പോൾ 2025ക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവും. ഞാൻ ഇതിൽ തന്നെ നല്ല അഡ്വാൻസ് ആൻഡ് ബേസിക് കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സോഴ്സ് അങ്ങനെ നോക്കി പോകേണ്ട ആവശ്യമില്ല. വേറെ യൂണിയൻ ബഡ്ജറ്റ് വേറെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ബുക്കായിട്ട് തോന്നിട്ടോ. ഇതിൽ തന്നെ പ്രിലിംസിനും മെയിൻസിനും വേണ്ട സാമ്പിൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എനിക്ക് റിവൈസ് ചെയ്യാനും ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ ബുക്ക്. ഞാൻ സെഷനായിട്ട് നേരത്തെ തിരിച്ചാൽ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സെഷൻ 1 എക്കണോമിക്സ്. നമ്മളൊരു സെക്ഷൻ തീർത്തിട്ട് അവിടെ ഒരു ടിക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാട്ടോ. കാരണം നമ്മൾ ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളൂ എന്നുള്ളൊരു തോന്നലായിരിക്കും നമുക്ക് വരാൻ പോണത്. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്യും, ഒരു സെക്ഷൻ കഴിഞ്ഞു പറഞ്ഞിട്ട്. സെക്കൻഡ് സെക്ഷനായിട്ട് വരുന്നത് ആന്ത്രപ്പോളജിയാണ്. ഞാൻ ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്തിരിക്കുന്ന ആന്ത്രപ്പോളജിയാണ്. എല്ലാവരും ഓപ്ഷൻ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നന്നായി നോക്കിയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറ്റുമോ. അപ്പോൾ ആദ്യം വേണ്ടത് സിലബസ് പോയി നോക്കുക എന്നാണ്. ഞാൻ വൃത്തിയായിട്ട് ആന്ത്രപ്പോളജി സിലബസ് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആന്ത്രപ്പോളജി എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു സെഷൻ 1 ഒരു 5:15 വരെ ആയിരിക്കും ഞാൻ പഠിക്കേണ്ടാവുക. സെക്ഷൻ 2 ഒരു 5:15 ശേഷമായിരിക്കും ഞാൻ സെക്ഷൻ 2 തുടങ്ങുക. സെഷൻ 1 എക്കണോമിക്സ് ആയിരുന്നു. സെക്ഷൻ 2 GS പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് ഓപ്ഷൻ സബ്ജക്റ്റ് ആന്ത്രപ്പോളജിയാണ്. സോ ഞാൻ എൻ്റെ ഒരു ദിവസത്തിൻ്റെ GS പേപ്പറും ഓപ്ഷൻ സബ്ജക്റ്റും 60-40 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 60% ഓപ്ഷൻ സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, 40% എൻ്റെ ടൈം ഞാൻ GS പേപ്പറിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുക. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ആന്ത്രപ്പോളജിയുടെ സബ്ജക്റ്റൊക്കെ എല്ലാം നോട്ട്സാണ് എഴുതിയെടുക്കുക. കാരണം റിവൈസ് ചെയ്യാൻ നല്ല എളുപ്പം നോട്ട്സ് ആയിരിക്കും. നമുക്ക് ആന്ത്രപ്പോളജി പ്രിലിം ഇല്ലാത്തതുകൊണ്ട് മെയിൻ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ഞാൻ എഴുതുക. മെയിൻ പെർസ്പെക്റ്റീവിലായിരിക്കും ഞാൻ നോട്ട്സ് എഴുതുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ക്വിക്ക് റിവിഷന് പറ്റിയത് ആണ് നോട്ട്സ്. ഒരു 6-6:15 വരെ ഞാൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ ഒരു വാക്കിന് പോകാൻ റെഡിയാവും. ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വരും. കാരണം നമുക്ക് പഠിക്കൽ മാത്രമല്ല നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി നല്ല നിർബന്ധമാണ്. കാരണം നമുക്ക് മെൻ്റലി സ്റ്റേബിൾ ആവാനും പിന്നെ നമുക്കൊരു ടയേർഡ്നെസ്സോ ഒന്നും ഫീൽ ചെയ്യാതിരിക്കുക. ഒരുപാട് നേരമൊന്നും നടക്കില്ല. ഒരു ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് മാത്രമേ നടക്കുള്ളൂ. അതൊരു ഹാഫ് ആൻ അവർ, ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ ഞാൻ നടന്നിട്ട് വരും. ഒരുപാട് നേരമൊന്നും നടക്കില്ല, കാരണം നമുക്ക് ടൈം കിട്ടില്ല എല്ലാം കൂടെ. പിന്നെ മാത്രമല്ല ഒരുപാട് നേരം നടന്ന് നമ്മൾ ടയേർഡാവും. പിന്നെ നമുക്ക് അടുത്ത സെഷൻ തുടങ്ങുമ്പോഴേക്കും ഒരു വിധമാവും. ഞാൻ യൂഷ്വലി വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു വാക്കിനാണ് പോകാറുള്ളത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പാലക്കാടിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടണത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ പാടവും എല്ലാം ഉള്ളത്. കുറേ കുറ്റികളും നല്ല അടിപൊളിയായിട്ട് കാണാം. ഒന്നാമത് മഴക്കാലമാണ്, അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പാടം കാണാൻ ഒരു മഴക്കാലം ആകുമ്പോൾ. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് എങ്കിൽ നിൽക്കും. ജസ്റ്റ് ആ ഒരു അടിപൊളി കാറ്റും നല്ല അടിപൊളി പ്രകൃതി ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നിൽക്കും. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ ആയിരുന്നു എൻ്റെ വാച്ച് ബീപ്പ് ചെയ്തു. 1 കിലോമീറ്റർ ആകുമ്പോഴാണ് ഈ ഒരു വ്യൂ കാണാൻ പറ്റി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന്. നിങ്ങൾക്ക് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാഴ്ച കേട്ടോ. മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞിടത്ത് തന്നെ കറക്റ്റായിട്ട് വരിയായിട്ട് മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇവർ ബോർഡ് കണ്ടിട്ട് വേണം വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര സങ്കടമാകും. കാരണം ആ ലൈന് ഫുള്ള് ഇവർ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു മാതിരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഒരു 8 മണിയാകുമ്പോൾ വീടെത്തുമ്പോൾ ഒരു 7 മണി കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു 8 മണിയാകുമ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങും കേട്ടോ. എക്കണോമിക് റിവിഷനാണ് ഞാൻ ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചാൽ മാത്രം പോലെ ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യണം. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ റിവിഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു 9 മണിയാകുമ്പോഴേക്കൊക്കെ ഇരിക്കുക. കാരണം 9 to 1 o'clock വരെ ഞാൻ പഠിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയിൽ ബ്രേക്ക് ഇടും. ഒരു അരമണിക്കൂർ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കും. അത് എൻ്റെ ഒരു സെക്ഷൻ ഒരുവിധം കഴിയാറായി എന്ന് തോന്നുമ്പോൾ
മുമ്പുള്ളൊരു ബ്രേക്കാണ്. ആന്ത്രപ്പോളജി ഞാൻ റെഫർ ചെയ്യണത് വേദ് സാറിൻ്റെ നോട്ട്സാണ്, വേദ് IASൻ്റെ നോട്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു വേദ് സാറിൻ്റെ നോട്ട് നല്ല ഫേമസ് ആണ്. കാരണം ആൾ ഒരുപാട് പല സോഴ്സിൽ നിന്ന് ആൾ ഒരു സോഴ്സ് ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. 4 PDF ആണുള്ളത്. ഞാൻ വാങ്ങിച്ചിട്ടില്ല, അങ്ങനെ അവൈലബിൾ അല്ല. ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് ആമസോണിലൊക്കെ അവൈലബിൾ. അപ്പം ഞാൻ PDF ഡൗൺലോഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേദ് സാറിൻ്റെ PDF നല്ലോണം ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പക്ക നോട്ട് പോലെയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ തൊട്ടാണ് തുടങ്ങണത്, ഫസ്റ്റ് തൊട്ട് തുടങ്ങുകയാണ്. ഞാൻ ഓപ്ഷൻ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഓപ്ഷൻ സബ്ജക്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ വലിയ ഗൈഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ഉപകാരമായിട്ടുള്ളൊരു സാധനമാണ്, നമുക്കിപ്പോൾ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വേറെ സൈറ്റ് ഉണ്ട്. മാത്രമല്ല വേദ് IASൻ്റെ PDF നമുക്ക് ജസ്റ്റ് വേദ് IAS ആന്ത്രപ്പോളജി ക്ലാസ് നോട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ നോട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ടാക്കി വെച്ചിരിക്കുന്നത്. സോ എൻ്റെ നോട്ട്സ് വന്നിട്ട് ഹൈലി പോയിൻറ്റ് വൈസ് ആണ്. മൊത്തം മെയിൻ പെർസ്പെക്റ്റീവിൽ എഴുതിയൊരു നോട്ടാട്ടോ. പക്ക മെയിൻ പെർസ്പെക്റ്റീവ് അക്കോർഡിംഗ് ടു ദ സിലബസ്. കാരണം വെറുതെ കുറേ പഠിച്ചിട്ട് കാര്യമില്ല, ഫുള്ള് സിലബസ് വൈസ് ആയിരിക്കും എല്ലാം ഉണ്ടാവുക. ഞാൻ സിലബസ് വൈസാണ് പോണത്. കാരണം സിലബസ് വൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കവർ ചെയ്തു, ഏതൊക്കെ കവർ ചെയ്യാനുണ്ട് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സിലബസ് വൈസാണ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോണത്. പല സോഴ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആന്ത്രപ്പോളജിക്ക് പല സോഴ്സ് അവൈലബിൾ ആണ്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേദ് സാറിൻ്റെ നോട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറെ എക്സ്ട്രാ ടോപ്പിക്, എക്സ്ട്രാ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് വേറെ യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ അത് പഠിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. 1 മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാനൊരു 3:30 to 7:30 ഇടയിൽ ബ്രേക്ക് ഒബ്വിയസ്ലി എടുക്കും. ഞാൻ ബ്രേക്കിൻ്റെ കാര്യമൊന്നും കാണിച്ചു തരില്ല. സോ അത് കഴിഞ്ഞ് സെക്ഷൻ 4 ആണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, 9 to 10:30. ആൻസർ റൈറ്റിംഗ് ഡെയിലി ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്താലേ ആൻസർ റൈറ്റിംഗ് പക്ക ആവുള്ളൂ. കാരണം നമ്മൾ സാധാ എക്സാമിന് എഴുതുന്ന ആൻസർ റൈറ്റിംഗ് അല്ല, നമ്മൾ കറക്റ്റ്ലി വിത്ത് ഇൻറ്റഗ്രേറ്റഡ് നോട്ട്സ് ഉണ്ടെങ്കിലേ നമുക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഞാൻ ഡെയിലി ആൻസർ റൈറ്റ് ചെയ്യും, ഒരു 1.5 മണിക്കൂറെങ്കിലും ഡെയിലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് Day 1 തൊട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ആൻസർ റൈറ്റിംഗ് പിന്നെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല. അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. നമ്മളിപ്പോൾ പഠിക്കുക, ഞാൻ എക്കണോമിക്സിൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രീവിയസ് എടുക്കും, എന്നിട്ട് ഞാൻ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ആൻസർ റൈറ്റിങ്ങിന് അടിപൊളി സംഭവമാണ് സൂപ്പർ കലാം വെബ്സൈറ്റാണിത്. നമുക്ക് നമ്മളിപ്പോൾ സെൽഫ് കോച്ചിങ് ആണ്, നമുക്ക് വേറെ കോച്ചിങ്ങിനൊന്നും പോയില്ല വെച്ചാൽ സൂപ്പർ കലാം എടുക്കുക, ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആൻസർ റൈറ്റിംഗ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞതിൻ്റെ ടിക്ക് ചെയ്യാണ്. ഞാൻ ബാക്കി ഇടയിലുള്ള സെക്ഷൻസ് ടിക്ക് ചെയ്യാൻ മറന്നു. സോ ഇത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാട്ടോ, നല്ല സാറ്റിസ്ഫാക്ഷനാണ്. സോ എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും UPSC വ്ളോഗായിട്ട് ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.